സെൻറ്റിമീറ്റർ. വെപ്പൺ ബേ ഓപ്പണിംഗ് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഇല്ലാതാക്കി. ടാർഗറ്റ് അക്വിസിഷൻ റഡാറുകളിൽ മിസൈൽ ലോക്ക് ചെയ്യാൻ സോൾട്ടൻ ഡാനി എന്ന ബുദ്ധിരാക്ഷസന് ആ സമയം ധാരാളമായിരുന്നു. നേവ സാം സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. എന്താണ് SNR-125? ഇതൊരു സർഫസ് ടു എയർ മിസൈൽ സംവിധാനത്തെ സപ്പോർട്ട് ചെയ്യുന്ന റഡാർ സിസ്റ്റമാണ്. ഫ്രീക്വൻസി അപ് ടു 9.4 GHz, പീക്ക് പവർ 210 km, റേഞ്ച് അപ് ടു 80 km. ഒടുവിനെ S-25 നേവ സാം മിസൈലുകൾ കുതിച്ചുയർന്നു. ഒന്നിനു പുറകെ ഒന്നായി 2 മിസൈലുകൾ. അമേരിക്കൻ അതിക്രമത്തിന് പകരം ചോദിക്കാൻ സെർബിയൻ ജനതയുടെ വിശ്വാസം നേവ അക്ഷരാർത്ഥത്തിൽ കാത്ത നിമിഷം. SNR-125 നേവ ഒരു സോവിയറ്റ് നിർമ്മിത സാം സിസ്റ്റം. നീളം 6 മീറ്റർ, ചുറ്റളവ് 3.7 സെൻറ്റിമീറ്റർ, തൂക്കം 950 കിലോ. റഡാർ വാണിംഗ് നിർത്താതെ ചിലയ്ക്കുന്നത് ഒരു ഞെട്ടലോടെ സെൽക്കോവ് തിരിച്ചറിഞ്ഞു. കൊള്ളിയാൻ പോലൊരു മിസൈൽ നൈറ്റ് ഹാക്കിനെ കടന്നുപോയി. തൊട്ടടുത്ത നിമിഷം തൻ്റെ ഇടതു ചിറകിൽ മറ്റൊരു മിസൈൽ അഗ്നിഗോളം തീർത്തു. അജയ്യനായ ആ വിമാനം സെർബിയൻ ആകാശത്തിൽ ചിറകറ്റ മഴപ്പാറ്റയെപ്പോലെ നിയന്ത്രണം വിട്ട് കൂപ്പുകുത്തുകയാണ്. മരണത്തെ മുഖാമുഖം കാണുകയാണ് ഡാരൽ സെൽക്കോവ് എന്ന ധീരനായ വൈമാനികൻ. അയാൾ അമേരിക്കൻ വ്യോമസേനയുടെ മൂല്യമേറിയ പൈലറ്റാണ്. ഒരു നിമിഷം അയാളുടെ കൈ ഇജക്ഷൻ സീറ്റിൻ്റെ ഹാൻഡിൽ വലിച്ചു.